ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഹോംവർക്ക് കുറച്ച് പേർക്കൊക്കെ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം പഠിപ്പിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് കേൾക്കാനായിട്ട് എല്ലാവരും. അപ്പോൾ ഹോംവർക്കിലെ കുറച്ച് ഡൗട്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ട ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചാപ്റ്ററിലോട്ട് നമ്മൾ ബാക്കി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വന്ന ഡൗട്ടിൽ അതിലൊരു റിലേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആർ എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than y. ഈ ക്വസ്റ്റ്യനില് റിഫ്ലെക്സീവും സിമെട്രിക് ഒന്നും ഡൗട്ടായിട്ട് കണ്ടില്ല. ട്രാൻസിറ്റീവ് കുറച്ചു പേർക്ക് ഒരു ഡൗട്ടായിട്ട് കണ്ടു. അപ്പൊ ട്രാൻസിറ്റീവ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ ട്രാൻസിറ്റീവില് നമ്മൾക്ക് രണ്ട് ഓർഡറുടെ പേര് എടുക്കണം. ഏതൊക്കെയാണ്? എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ ആണെന്ന് എടുക്കും. അടുത്ത ഓർഡറുടെ പേര് ഏതായിരുന്നു? വൈ ഇസഡ് എലമെന്റ് ഓഫ് ആർ എന്ന്. ഈ രണ്ട് ഓർഡറുടെ പേര് നമ്മൾ ട്രൂ ആണെന്നും പറഞ്ഞ് നമ്മൾ എടുക്കും. എന്നിട്ട് ഏത് നമുക്ക് കിട്ടണം ശരിയാണെന്ന്? ഏത് ഓർഡറുടെ പേര് നമുക്ക് ശരിയാണെന്ന് കിട്ടണം? എക്സ് ഇസഡ് എന്ന് പറയുന്ന ഓർഡറുടെ പേര് നമുക്ക് ശരിയാണെന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറും? ട്രാൻസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ. എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ അത് ഓൾറെഡി, അതായത് എക്സ് കോമ വൈ നമ്മുടെ ഓർഡറുടെ പേര് വരെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നന്നായിട്ട് നോക്ക്. എക്സ് വൈ എന്ന് പറയുന്ന ഓർഡറുടെ പേര് വരെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than y. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ ഒരു ഓർഡറുടെ പേരും കൂടെ എടുക്കും ട്രാൻസിറ്റീവിൽ. ഏതാണത്? വൈ ഇസഡ്. അതായത് പുതിയതായിട്ട് ഒരു എലമെന്റ് കൂടെ വന്നു. ഏതാണത്? ഇസഡ്. അപ്പൊ വൈ ഇസഡ് വന്നു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than y. അതുപോലെ വൈ ഇസഡ് ഒന്ന് എഴുതി നോക്കി എല്ലാവർക്കും എഴുതാൻ പറ്റുമായിരിക്കണം. അത് എക്സ് വൈ എഴുതിയ പോലെ തന്നെ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than y. അപ്പൊ വൈ ഇസഡ് എങ്ങനെ വരും? വൈ ഇസഡ് എന്ന് പറയുന്ന ഓർഡറുടെ പേര് എങ്ങനെ വരും? എക്സിന് പകരം ഇവിടെ ആരാണ് നോക്കുക? ഏതാണ് എക്സിന് പകരം? ഇവിടെ വൈ ആണ് വന്നിരിക്കുന്നത്. ആദ്യം എക്സ്, ഇവിടെ ആദ്യം എക്സ്, ഇവിടെ ആദ്യം ഏതാണ്? വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി? വൈ. അപ്പൊ എന്ത് വരും? അത് വൈ ഈസ് എക്സാക്ട്ലി 7 centimeter taller than y z അല്ലേ? അപ്പൊ y is exactly 7 centimeter taller than എന്തെന്ന് വരും? അത് z എന്ന് വരും. ഇനി അടുത്തത്, ഇത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് കിട്ടണം? ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കി. എക്സ് വൈയും വൈ സെഡും എഴുതിയ പോലെ എക്സ് സെഡ് ഒന്ന് ചിന്തിച്ചു നോക്കി എല്ലാരും. അപ്പൊ എക്സ് സെഡ് എങ്ങനെ വരും? അവിടെ എക്സ് സെഡ് എങ്ങനെയാണ് ശരിക്കും നമുക്ക് വരേണ്ടത്? എക്സ് സെഡ് എങ്ങനെ വരും? എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than എക്സ് ഇസഡ് ആണ്. ടോളർ ദാൻ എന്താന്ന് വരണം? ഇസഡ് എന്ന് വരണം. ഇത് ട്രൂ ആയിട്ട് വരണം. ഇത് നിങ്ങൾ ട്രൂ ആണോ അല്ലയോ നോക്കണം. ഇത് ട്രൂ ആണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ട്രൂ അല്ലെങ്കിൽ എന്തല്ല? അത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് എക്സാക്ട്ലി. കറക്റ്റ്. എക്സാക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പാലിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം, പടം വരച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് പടം വെച്ച് വരച്ച് കാണിക്കണം. എക്സ് ഈസ് എക്സാക്ട്ലി 7 centimeter taller than y. മലയാള അർത്ഥം, എക്സ് എന്ന് പറയുന്നത് വൈയേക്കാളും 7 centimeter പൊക്കം കൂടുതലാണ്. ഇതാണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് വൈയേക്കാളും എത്ര സെന്റിമീറ്റർ പൊക്കം കൂടുതലാണ്? വൈ ആണ് ഇപ്പൊ ചെറുത്. വൈയേക്കാളും 7 centimeter കൂടുതലാണ്. അപ്പൊ വൈയേക്കാളും എത്ര സെന്റിമീറ്റർ കൂടുതലാണ്? എക്സ് 7 centimeter കൂടുതലാണ്. ഞാനൊന്ന് വരച്ചു, കണ്ണു മൂക്കൊക്കെ നിങ്ങൾ വരച്ചു, ചുമ്മാ അങ്ങനെ വരച്ചു. ഇതാണ് എക്സ്, ഇത് വൈ. ഇനി അടുത്ത രണ്ടാമത്തെ നമുക്ക് തന്നിട്ട് നമുക്കുള്ള കേസ് ഏതാണ്? ഇതും ട്രൂ ആണ്. നമ്മൾ ഓൾറെഡി ട്രൂ ആയിട്ട് എടുക്കുവാണ്. ഇത് രണ്ടും നമ്മൾ ട്രൂ ആയിട്ട് എടുക്കുവാണ്. എന്നിട്ട് ഇത് മൂന്നാമത്തെ ട്രൂ ആണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ എന്തായിരുന്നു? വൈ ഈസ് എക്സാക്ട്ലി 7 centimeter taller than z. അതിന്റെ മലയാള അർത്ഥം എന്തായിരുന്നു? വൈ എന്ന് പറയുന്നത് ഇസഡിനെക്കാളും
7 സെന്റിമീറ്റർ പൊക്കം കൂടുതലാണ്. y എന്ന് പറയുന്നത് ഇസഡിനെക്കാളും 7 സെന്റിമീറ്റർ പൊക്കം കൂടുതലാണ്. അപ്പൊ y ഇതാണ് നമ്മുടെ yക്ക് ഇസഡിനെക്കാളും 7 സെന്റിമീറ്റർ പൊക്കം കൂടുതൽ. അപ്പൊ ആർക്കാണ് പൊക്കം കൂടുതൽ? ആർക്കാണ്? അപ്പോ yക്കാണ് കൂടുതൽ. ഇസഡിനെക്കാളും എത്രയാണ്? ഇസഡ് കുഞ്ഞ്. ഇസഡിനെക്കാളും എത്ര പൊക്കം കൂടുതലുണ്ട്? ഇസഡിനെക്കാളും ഒരു 7 സെന്റിമീറ്റർ പൊക്കം കൂടുതലുണ്ട്. ആർക്ക്? yക്ക് എന്ന് പറയുന്നത്. അപ്പൊ പാഠം ഇങ്ങനെ ആവും. ഇനി നമുക്ക് കിട്ടേണ്ട സ്റ്റേറ്റ്മെന്റ് x is exactly 7 cm taller than z. ഇത് ശരിയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ഇത് ശരിയല്ലെങ്കിൽ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഒന്ന് നോക്കിയാൽ മതി. x എന്ന് പറയുന്നത് ഇസഡിനെക്കാളും എക്സാക്ട്ലി 7 സെന്റിമീറ്റർ taller ആണെന്ന് നോക്ക്. ഇതാണ്ട് x, ഇതാണ്ട് z. ഇതാണ് x, ഇത്രയും വലിയ ആളാണ് x. ഇതാണ് z എന്ന് പറയുന്നത്. കറക്റ്റ് 7 സെന്റിമീറ്റർ ആണ് അവിടെ ടോളർ എന്ന് പറയുന്നത്. x എന്ന് പറയുന്നത് ഇസഡിനെക്കാളും 7 സെന്റിമീറ്റർ ടോളറേ ഉള്ളോ? അല്ല. എത്ര സെന്റിമീറ്റർ ടോളർ ഉണ്ട്? ഈ 7 ഉണ്ട്, ഈ 7 ഉണ്ട്. അങ്ങനെ 7 എത്ര സെന്റിമീറ്റർ ടോളർ ആണ് x എന്ന് പറയുന്നത്? 14 സെന്റിമീറ്റർ ടോളർ ആണ് x എന്ന് പറയുന്നത്. അപ്പൊ x ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ z എന്ന് പറയുന്നത് ശരിയാണോ? അത് അല്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വിച്ച് ഈസ് നോട്ട് ട്രൂ. അപ്പൊ എഴുതണം വിച്ച് ഈസ് നോട്ട് ട്രൂ. വിച്ച് ഈസ് നോട്ട് ട്രൂ. അപ്പൊ therefore x, z ആ ഓർഡേർഡ് പെയർ എവിടെ വരില്ല? നമ്മുടെ റിലേഷനിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തെന്ന് ആ ഓർഡേർഡ് പെയർ ആ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇങ്ങനെയാണ് അതിന്റെ ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യുന്നത്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. പിടികിട്ടാത്തവർ ഒന്നും കൂടെ വീഡിയോ കേട്ടു നോക്കും, ഒന്ന് വരച്ചൊക്കെ നോക്കും. അതിന്റെ മലയാള അർത്ഥം കണ്ടെത്തിയാൽ മതി. ബാക്കി പാടൊന്നുമില്ല. അതിന്റെ മലയാള അർത്ഥം ഒന്ന് കണ്ടെത്തിയാൽ മതി. ഇനി കുറച്ചു പേർക്ക് ഡൗട്ട് വന്നത് R is equal to set of all x, y such that x is wife of y. ഇതിന്റെ ട്രാൻസിറ്റീവ് കുറച്ചു പേർക്ക് ഡൗട്ട് വന്നു. ഇതിന്റെ റിഫ്ലെക്സീവ് സിമെട്രിക് സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ ഇത് രണ്ടും റിഫ്ലെക്സീവ് അല്ല സിമെട്രിക് അല്ല എന്ന് കിട്ടും. ട്രാൻസിറ്റീവ് എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പൊ ട്രാൻസിറ്റീവ് നോക്കുമ്പോ ആദ്യം നമ്മൾ ഏതെടുക്കും? എക്സ് വൈ എന്ന് പറയുന്ന ഓർഡർ പെയർ. അതിവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അടുത്ത ഏതെടുക്കും? വൈ സെഡ് എന്ന് പറയുന്ന ഓർഡർ പെയർ. ഇത് രണ്ടും നമ്മൾ എടുക്കും. ആണോ? ഇത് രണ്ടും നമ്മൾ ശരിയായിട്ട് എടുക്കും. അപ്പൊ എക്സ് വൈ എന്താ എങ്ങനെ വരും? നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നത്? എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. അടുത്ത വൈ സെഡ് എങ്ങനെ വരും? എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. അപ്പൊ വൈ സെഡ് എങ്ങനെ വരും? ഇതുപോലെ പറഞ്ഞു നോക്കിയ വൈ സെഡ് എന്ന് പറയുന്ന ഓർഡർ പേര് എങ്ങനെ വരുമെന്ന്. വൈ സെഡ് എങ്ങനെ വരും? വൈ ഈസ് വൈഫ് ഓഫ് വൈ സെഡ്. വൈ ഈസ് വൈഫ് ഓഫ് എന്തെന്ന് വരും? ഇസഡ് എന്ന് വരും. ഇവിടെ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എക്സ് വൈ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കണം. ഞാനിപ്പോ ഒരു 3 പേരെടുക്കുവാണ്. രവി, പിന്നെ ഒരു പെൺകുട്ടി അനു. രവി ബോയ് ആണ്, ഒരാൺകുട്ടിയാണ്. അനു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. ഒരു മൂന്നാമത്, അതിപ്പോ ബോയോ ഗേളോ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് വേറൊരു പേരും കൂടെ എടുക്കാം, റാം എന്ന്. 3 പേരെടുത്ത്. ആ ബോയ് ആവാൻ ഗേളാവും, നിങ്ങൾ ഇഷ്ടമുള്ള എടുക്കും. അത് തിരിച്ചെടുക്കാം നമുക്ക്. അനു, രവി, റാം. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. എന്നാൽ ഈ ആദ്യത്തെ സാറ്റിസ്ഫൈ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ എടുത്തത്. എക്സ് ഈസ് വൈഫ് ഓഫ് വൈ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ വൈഫാണ്. അതായത് ഞാൻ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ടാണെങ്കിൽ അനു എന്ന് പറയുന്നത് ആരുടെ വൈഫാണെന്ന് അവിടെ പറയുന്നത്? രവിയുടെ വൈഫാണെന്നാണ് പറയുന്നത്. അനു രവിയുടെ വൈഫാണ്. ഓക്കെ, ശരിയായി. അപ്പൊ നമുക്ക് ഓക്കെ, ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചവരാണ്. അനു ഭാര്യയും രവി ആരാണ്? ഭർത്താവുമാണ്. അടുത്ത ഒരു ഓർഡർ പേർ നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിന്? വൈ സെഡ് എന്ന് പറയുന്ന ഓർഡർ പേരാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഓർഡർ പേർ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒന്ന് നോക്കി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ഈ ഓർഡർ പെയർ എടുക്കണമെങ്കിൽ ആ ഒരു സെന്റൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? വൈ ഈസ് വൈഫ് ഓഫ് ഇസഡ് എന്നവിടെ വരും. അങ്ങനെ ഒരു ഓർഡേർഡ് പെയർ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും? അങ്ങനെ ഒരു ഓർഡേർഡ് പെയർ ഉണ്ടോ? ശരിക്കും എടുക്കാൻ പറ്റുമെന്നല്ല, അങ്ങനെ ഒരു ഓർഡേർഡ് പെയർ ഉണ്ടോ? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. വൈ ഈസ് വൈഫ് ഓഫ് ഇസഡ്.
അതായത് വൈ ആരായിരുന്നു? രവി. ഇസഡ് നമ്മൾ ആണോ പെണ്ണോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ. ഞാനിപ്പോ ഒരു ആണിനെ എടുത്തേക്കുവാണ്. ആണിന്റെ പേര് ഞാൻ എന്തെന്ന് എടുത്തു? റാം. വൈ ഈസ് വൈഫ് ഓഫ് ഇസഡ്. അപ്പോ രവി എന്ന് പറയുന്നത് റാമിന്റെ വൈഫ് എന്നും പറഞ്ഞു വന്നു. ഉള്ളതാണോ? അതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അവിടെ അങ്ങനെ ഒരു കാര്യം നമുക്ക് അവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ എടുത്താലും ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ട്രാൻസിറ്റീവിന്റെ ഞാൻ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇഫ് എക്സ് വൈയും എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും അതുപോലെ ആൻഡ് വൈ സെഡ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും ഉണ്ടെങ്കിൽ മാത്രം ഏതുണ്ടായാൽ മതി? എക്സ് സെഡ് ഉണ്ടായാൽ മതി. ഉണ്ടെങ്കിൽ മാത്രം ഏതുണ്ടായാൽ മതി? എക്സ് സെഡ് ഉണ്ടായാൽ മതി. പക്ഷെ ഇവിടെ ഈ ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിലും ഈ ഓർഡേർഡ് പെയർ ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ വൈ ഈസ് വൈഫ് ഓഫ് ഇസഡ്, രവി ഈസ് വൈഫ് ഓഫ് റാമൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓർഡേർഡ് പെയർ എടുക്കാൻ പറ്റുമോ അവിടെ നമുക്ക്? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ അവിടെ വരുന്നില്ല. അപ്പൊ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഇതിന് എന്തെന്ന് എഴുതണം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് അനുസരിച്ച് ഇതിന് നിങ്ങൾ എന്തെന്ന് എഴുതണം? ഇതിന് ആൻസർ ട്രാൻസിറ്റീവ്. ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ ഇത് രണ്ടും വരെയാണെങ്കിൽ ഇത് വന്നാൽ മതി. ഇത് വരുന്നില്ല. അപ്പൊ പിന്നെ ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം? ട്രാൻസിറ്റീവ് ആയിട്ട് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത ഇത് രണ്ടുമായിരുന്നു മെയിൻ ആയിട്ട് കുറെ പേർക്ക് ഡൗട്ടായിട്ട് വന്നത്. അപ്പോ അത് രണ്ടും നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കേണ്ടത് എക്സസൈസ് 3 പേജ് 3 മൂന്നാമത്തെ എക്സസൈസ് പേജ് 3 മൂന്നാമത്തെ പേജിൽ ടെക്സ്റ്റിൽ എല്ലാവരും എടുക്കുക. ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക. എല്ലാവരും ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. റിലേഷൻ തന്നിട്ടുണ്ട്. R is equal to set of all L1, L2 such that L1 is perpendicular to L2. L1 is perpendicular to L2. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ. ഇത് നമുക്ക് നോക്കാം. ചോദ്യം എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ചിലപ്പോ റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ലെന്ന് പ്രൂവ് ചെയ്യാം. എന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇതിന് ഇക്വലൻസ് ആണോ അല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെയും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റില്ല? റോസ്റ്റർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറഞ്ഞത്. എല്ലാവരും തിരുത്തി നോക്കും. ഇതിന് നമുക്ക് റോസ്റ്റർ ഫോമിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ആദ്യം നമുക്ക് റിഫ്ലക്സീവ് നോക്കാം. ഏതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്? L1, L2 എന്ന് പറയുന്നതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഓർഡേർഡ് പെയർ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് ഓർഡേർഡ് പെയർ നോക്കണം? XX നോക്കണം. ഒന്നുകൂടെ AB ആണ് നമ്മുടെ ഓർഡേർഡ് പെയർ എങ്കിൽ, ക്വസ്റ്റ്യനിലെ ഓർഡേർഡ് പെയർ AB ആണെങ്കിൽ നിങ്ങൾ ഏത് ഓർഡേർഡ് പെയർ ചെക്ക് ചെയ്യാനായിട്ട് നോക്കണം? AA എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കണം. അത് നമ്മുടെ റിലേഷൻ സാറ്റിസ്ഫൈ ഒന്ന് നോക്കണം. അടുത്തത് ഇപ്പോ T1, T2 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓർഡേർഡ് പെയർ. T1, T2 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർഡേർഡ് പെയർ എങ്കിൽ നിങ്ങൾ റിഫ്ലക്സീവ് ചെക്ക് ചെയ്യാനായിട്ട് ഏത് ഓർഡേർഡ് പെയർ സാറ്റിസ്ഫൈ ഇല്ലോ എന്ന് നോക്കണം? T1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ സാറ്റിസ്ഫൈ ഇല്ലോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓർഡേർഡ് പെയർ ഏതാണ്? L1, L2 ആണ് നമുക്ക് തന്നിട്ടുള്ള ഓർഡേർഡ് പെയർ. അപ്പൊ റിഫ്ലക്സീവ് ആണോ ഇല്ലോ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഓർഡേർഡ് പെയർ ചെക്ക് ചെയ്യാം? നമുക്ക് L1, L2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. L1, L2 ആണോ? ഏതാണ്? L1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഏതാണ്? L1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ എങ്ങനെ വരും സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? L1, L2 എന്തായിരുന്നു? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പൊ L1 എങ്ങനെ വരും? L2 പകരം L1 കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആദ്യത്തെ L1 ഇവിടെ L1 ശരിയല്ലേ? രണ്ടാമത്തത് ഇവിടെ L2 ആയിരുന്നു. ഇവിടെ എന്തായി മാറിയെന്നേ ഉള്ളൂ? L1 തന്നെ ആയി മാറിയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ L2 പകരം എന്ത് കൊടുത്താൽ മതി? നിങ്ങൾ L1 കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതി വെക്കുക പെട്ടെന്ന്. എല്ലാവരും ഒന്ന് ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരുമെന്ന് തനിയൊന്ന് പെട്ടെന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്നതായിട്ട് ശരി തന്നെ നോക്കി എല്ലാവരും ഒന്ന് എഴുതി നോക്കും. എങ്ങനെ വരും? L1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എങ്ങനെ വരും? L1 ഈസ് perpendicular to L2 വേറെ എന്താന്ന് വരും? അവിടെ L1 എന്ന്.
ഇനി ഇത് ശരിയാണോ അല്ലയോ എന്ന് മാത്രം നോക്ക്. ശരിയാണെങ്കിൽ നമ്മുടെ റിഫ്ലക്സീവ് ആണ്, ശരിയല്ലെങ്കിൽ അതെന്തല്ല, റിഫ്ലക്സീവ് അല്ല. ഇത് ശരിയാണോ അല്ലയോ നോക്കിയേ. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1. അതായത് ഒരു ലൈൻ L1, ആ ലൈനിനെ നമുക്ക് അതുപോലെ ഒരു ലൈനുമായിട്ട് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും പെർപെൻഡിക്കുലർ അറിയാമെന്ന് തോന്നുന്നു. രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ഇത് L1 ഇത് L2 ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും എത്ര ആംഗിളിൽ അവിടെ ഇന്റർസെക്ട് ചെയ്യണം? 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൽ അവിടെ ഇന്റർസെക്ട് ചെയ്യണം. അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്തായി മാറുള്ളൂ? പെർപെൻഡിക്കുലർ ആയി മാറുള്ളൂ. അപ്പോ L1 എന്ന് പറയുന്ന ഒരു ലൈനും L1 എന്ന് പറയുന്ന സെയിം ലൈൻ തമ്മിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് അവിടെ നമുക്ക് പറയാൻ പറ്റുമോ? 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ട് L1 എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ വേറെ വരും. പെർപെൻഡിക്കുലർ മാറിയിട്ട് നിങ്ങളുടെ റിലേഷനിൽ പെർപെൻഡിക്കുലർ മാറിയിട്ട് പാരലൽ എന്ന് പറയുന്ന കേസ് വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അങ്ങനെ ഹോംവർക്ക് ആയിട്ട് തരും. പാരലൽ എന്നും പറഞ്ഞൊരു കേസ് വരും നിങ്ങളുടെ റിലേഷൻ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആവുമോ? നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഉത്തരം ഇത് ഓൾറെഡി വരേണ്ട കാര്യമായി. ചോദ്യം ഇതാണ്, പെർപെൻഡിക്കുലർ മാറിയിട്ട് പാരലൽ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവുമോ? അപ്പൊ ഓൾറെഡി കുറെ പേരുടെ മനസ്സിൽ ഉത്തരം വന്നു കാണും. അപ്പോ L1 ഈസ് പാരലൽ ടു L1 എന്ന് വരും. ശരിയാണോ? L1 എന്ന് പറയുന്നത് ആ ലൈനിന് തന്നെ പാരലൽ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ L1 എന്ന് പറയുന്ന ലൈൻ വീണ്ടും അതേപോലത്തെ ഒരു ലൈൻ അവിടെ കോയിൻസൈഡ് ഒന്നുകൂടെ അവിടെ എന്ന് പറയുന്നത് അവർ തമ്മിൽ പാരലൽ ആയിക്കൂടെ എന്ന് പറയുന്നത് പാരലൽ ആവാം. അപ്പോ ഒരു ലൈൻ എപ്പോഴും അതിന് തന്നെ പാരലൽ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പക്ഷെ ഒരു ലൈൻ ഒരിക്കലും ആ ലൈനിനെ നമുക്ക് എന്താക്കി കണക്കാക്കാൻ പറ്റത്തില്ല? പെർപെൻഡിക്കുലർ ആക്കി കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഒരു ലൈൻ ഒരിക്കലും ആ ലൈൻ എന്താവില്ല? പെർപെൻഡിക്കുലർ ആവത്തില്ല. പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ തമ്മിൽ 90 ഡിഗ്രി ഒക്കെ വേണം. ഇത് രണ്ട് സെയിം ആയിട്ടുള്ള ലൈനാണ് ഇതെന്ന് പറയുന്നത് അല്ല. പക്ഷെ ഒരു സെയിം ലൈൻ അതിന് തന്നെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും? പാരലൽ ആണെന്ന് കണക്കാക്കാൻ പറ്റും. അപ്പോ ഈ കേസിൽ ഇതെന്തല്ല? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1 എന്തല്ല? വിച്ച് ഈസ് നോട്ട് ട്രൂ. പാരലൽ ആയിരുന്നെങ്കിൽ എന്തെന്ന് തന്നെ വിച്ച് ഈസ് ട്രൂ. L1 ഈസ് പാരലൽ ടു L1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ട്രൂ തന്നെയാണ്. പക്ഷെ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1 എന്ന് പറയുന്നത് ഒരു ലൈൻ അതിന് തന്നെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്തല്ല? ശരിയല്ല. അപ്പോ വിച്ച് ഈസ് നോട്ട് ട്രൂ. therefore L1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R എന്നിട്ട് എഴുതുക. therefore it is not reflexive. അടുത്തത് നമുക്ക് സിമെട്രിക് നോക്കാം. നോട്ട് ചെയ്ത് എല്ലാരും ഒന്ന് നോട്ട് ചെയ്യും. ഒന്ന് പൗസ് ചെയ്ത് നോട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യല്ലേ. അടുത്തത് സിമെട്രിക്. സിമെട്രിക്കിന് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഓർഡറുടെ പേര് ഏതാണ്? L1 L2 എന്ന് പറയുന്ന ഓർഡറുടെ പേര് നമ്മുടെ റിലേഷനിൽ തന്നിട്ടുണ്ട്. എന്താണ് അത് പറയുന്നത്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇതാണ് നമുക്ക് ചോദിച്ചു തന്നിരിക്കുന്നത്. സിമെട്രിക് ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? L1 L2 ഉണ്ടെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ അവിടെ ഏത് ഓർഡറുടെ പേര് സാറ്റിസ്ഫൈ ചെയ്യണം? തിരിച്ചുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. ശരിയല്ലേ? അപ്പം L1 L2 തിരിച്ചിട്ട് എങ്ങനെ വരും? L2 L1 എന്ന് വരും. L1 L2 തിരിച്ചിട്ട് എങ്ങനെയെന്ന് വരും? L1 L2 തിരിച്ചിട്ട് കഴിഞ്ഞാൽ L2 L1 എന്ന് വരും. അപ്പോ ഒന്ന് പറഞ്ഞു നോക്കി. L1 L2 എന്ന് പറഞ്ഞാൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പൊ L2 L1 എങ്ങനെയായിരിക്കും വരേണ്ടത്? ശരിക്കും L2 L1 എങ്ങനെയായിരിക്കും വരേണ്ടത്? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. L2 L1 എങ്ങനെ വരും? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഇത് ട്രൂ ആണോ അല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ട്രൂ ആണെങ്കിൽ സിമെട്രിക് ആണ്, ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ സിമെട്രിക് അല്ല. അപ്പൊ ഇത് ട്രൂ ആണോ അല്ലയോ എന്ന് കുറെ പേർക്ക് നോക്കി പറയാൻ പറ്റുമായിരിക്കും. ഒന്ന് നോക്കി പറയാൻ പറ്റുമെന്നുള്ളവരൊന്ന് നോക്കി, ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ നോക്കി. നല്ല മിടുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാനിപ്പോ സെന്ററിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഉത്തരം എനിക്ക് അവിടെ കേൾക്കാൻ വരും. മിടുക്കിമാരുടെ. ആ
അപ്പോ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? അല്ലാത്തവർ. ഇനി നോക്കിയിട്ട് ശരിയാവുന്നില്ല, എന്തോ നോക്കിയിട്ടാണ് അത്ര മനസ്സിലാവുന്നത്. ഓക്കെ, മനസ്സിലാവണ്ട, നമുക്കൊരു പടം വരച്ചു പോകും. പടം വരച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് വരച്ചു പോകും. L1 എന്ന് പറയുന്ന ലൈൻ ഞാൻ വരച്ചു. L1 എന്ന് പറയുന്ന ലൈൻ ചുമ്മാ വരച്ചു. അടുത്ത ഇവിടെ എന്താണ് പറയുന്നത്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? L2 പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ L1 പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങനെ L2 വരച്ചു. L1 പെർപെൻഡിക്കുലർ ആയിട്ട് L2 വരച്ചു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണോ നോക്കി? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ശരിയല്ലേ? അവർ തമ്മിൽ മേക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഏതാണ് ശരിയാവേണ്ടത്? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഇതാണ് നമുക്ക് ശരിയാവേണ്ടത്. അപ്പോ ആണോ നോക്കി? ഈ പടത്തിൽ തന്നെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ നോക്കുക. ആണോ നോക്കി? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. L2 എന്ന് പറയുന്നത് L1 പെർപെൻഡിക്കുലർ ആണ്. അതായത് L2 L1 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. ആണോ നോക്കി? നിങ്ങൾ തന്നെ പടത്തിൽ നോക്ക്. L2 L1 തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെയല്ലേ? L1 L2 തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ L2 L1 തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെയാണ് ഇവിടെ? 90 ഡിഗ്രി. ഇവർ രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എല്ലാം പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോ which is true. L2 is perpendicular to L1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ട്രൂ തന്നെയാണ്. Therefore L2 L1 element of R നമ്മുടെ റിലേഷനില് അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ therefore it is എന്തെന്ന് എഴുതാൻ നമുക്ക്? സിമെട്രിക് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിമെട്രിക് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കുക. പൗസ് ചെയ്ത് ഇതൊന്ന് നോക്കി നോട്ട് ചെയ്തിട്ട് അടുത്ത ട്രാൻസിറ്റീവിലോട്ട് പോകും. ഇപ്പൊ ട്രാൻസിറ്റീവ് രണ്ട് ഓർഡറുകൾ പേര് വേണം. ആദ്യം L1 L2 നമ്മുടെ XY, പിന്നെ ഏതാണ് എടുത്തത്? YZ. പുതിയതായിട്ട് ഒരാളെ കൊണ്ടുവരും. L1 L2. അപ്പൊ നമുക്ക് ഏതാളെ കൊണ്ടുവരാം? L3 കൊണ്ടുവരും. അപ്പൊ അടുത്ത ഏതായിരിക്കും ഓർഡർ പേര്? L2 L3. ഇത് രണ്ടും നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് ഏത് നമുക്ക് പ്രൂവ് ചെയ്യണം? L1 L2 കൊണ്ടുവന്നു. അതായത് XYയും YZ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും? XZ നമ്മൾ പ്രൂവ് ചെയ്യും. അതുപോലെ L1 L2 വന്നു. പുതിയതായിട്ട് ഞാനൊരു L3 കൊണ്ടുവന്നു. അപ്പൊ L2 L3 എന്ന് പറയുന്ന ഓർഡറുടെ പേര് വന്നു. ഏത് കറക്റ്റ് ആവണം നമുക്കിവിടെ? L1 L3 കറക്റ്റ് ആവണം. കറക്റ്റ് ആവുകയാണെങ്കിൽ അതെന്ത് തന്നെയാണ്? ട്രാൻസിറ്റീവ് തന്നെയാണ്. കറക്റ്റ് അല്ലെങ്കിൽ അതെന്തല്ല? ട്രാൻസിറ്റീവ് ആണ്. ഇപ്പൊ കുറെ പേർക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയൊക്കെ ആൻസർ പറയാൻ പറ്റും. അവിടെ മിടുക്കന്മാരൊക്കെ അവിടെ പറയും. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്, ഇതിന് ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിവിടെ തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. L1 L2 എന്താണെന്ന് തന്നിട്ടുണ്ട്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അടുത്തത് ഇതുപോലെ L2 L3 എന്ന് എല്ലാവരും പറഞ്ഞു നോക്കി. L2 L3 ഒന്ന് എഴുതി നോക്കി എല്ലാവരും. ഇത് രണ്ടും ഒന്ന് എഴുതി നോക്കി എല്ലാവരും. എഴുതാൻ പറ്റുന്നുണ്ടോ നോക്ക്? ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് എഴുതാനാണ്. പെട്ടെന്ന് എഴുതി നോക്ക്. L2 L3 എങ്ങനെ വരും? ഇതുപോലെ എങ്ങനെ വരും? എഴുത്. L1 L3 ഇതുപോലെ എങ്ങനെ വരും? എഴുത്. എന്നിട്ട് ശരിയാണോ നോക്ക്. ഇപ്പൊ എഴുതിയെങ്കിൽ L2 L3 L1 L2 എന്ന് പറഞ്ഞാൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L2 L3 എങ്ങനെ വരും? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L2 L3 അല്ലേ? പെർപെൻഡിക്കുലർ ടു L3. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും നമുക്ക് ഓക്കെ ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ശരിയാവണം. ഏത് ശരിയാവണം നമുക്ക്? L1 L3 എങ്ങനെ വരണം? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1 ഈസ് പെർപെൻഡിക്കുലർ ടു L3. ഇത് ശരിയായിട്ട് വരണം. ഇത് ശരിയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ശരിയല്ലെങ്കിൽ എന്തല്ല? ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ശരിയാണോ വരുന്നത്. അപ്പൊ ഇവിടെയും ചിലർക്ക് നോക്കി പറയാനവിടെ പറ്റത്തില്ല. വളരെ ബെസ്റ്റ് ഒരു മെത്തേഡാണ് പടം വരച്ചു നോക്കുക. ഇവിടെയും പടം വരച്ചു നോക്കല്ലേ. അപ്പൊ പടം വരയ്ക്കാം. L1 വരച്ചു. ചുമ്മാ L1 വരച്ചു. L1 ഈസ് ആദ്യത്തെ എന്താണ് പറയുന്നത്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. നമ്മൾ നേരത്തെ വരച്ചു തന്നെയാണ് അല്ലെ? L1 എന്ന് പറയുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? L2 പെർപെൻഡിക്കുലർ ആണ്.
ഇതാണ് L2, ഇത് L1. തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? നമ്മൾ ആംഗിൾ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നില്ലേ? അടുത്ത രണ്ടാമത്തെ നമുക്ക് നോക്കാം. L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്? L3 ഉണ്ട്. അപ്പൊ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? വരയ്ക്കാനൊക്കെ പറ്റുമോ? നമുക്ക് ഈ ഓർഡർ പേര് ഈസി ആയിട്ട് എടുത്തൂടെ? L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് L3 ഒന്ന് വരച്ചു നോക്കൂ എല്ലാരും. L2ന് പെർപെൻഡിക്കുലർ ആയിട്ട് L3 വരയ്ക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഒന്ന് നോക്കി. ഇതാണ് L2 എന്ന് പറയുന്നത്. ഇത് L2, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് L3. നോക്കി, ഇത് L3, ഇത് L2 തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? വരയ്ക്കാൻ പറ്റുമോ എല്ലാവർക്കും? L1ഉം L2, ഇത് L2, ഇത് L1 തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? അതുപോലെ ഇത് L2, ഇത് L3 ഇത് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ അല്ലേ? ആണ്. ഇനി നോക്കിയിട്ട് പറ. പടം കിട്ടിക്കഴിഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആണ്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി L1 ഈസ് പെർപെൻഡിക്കുലർ ടു L3 ആണോ? ആണോ? L1ഉം L3യും പെർപെൻഡിക്കുലർ ആണോ? അല്ല. പക്ഷെ അവരെന്താണ് അവിടെ? L1ഉം L3യും പെർപെൻഡിക്കുലർ അല്ല, പക്ഷെ അവരെന്താണ്? പാരലൽ ആണ്. അപ്പോ L1 L3 എന്താവില്ല അവിടെ? പെർപെൻഡിക്കുലർ ആവില്ല. പക്ഷെ അവരെന്താണ് ആവുന്നത് അവിടെ? പാരലൽ ആണ് ആവുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയായോ? ഇല്ല. അപ്പൊ ആ ഒരു ഓർഡറുടെ പേര് അവിടെ വരുമോ? നമ്മുടെ വിച്ച് ഈസ് നോട്ട് ട്രൂ. വിച്ച് ഈസ് നോട്ട് ട്രൂ. ദേ ആർ പാരലൽ വേണമെങ്കിൽ എഴുതാം. ദേ ആർ L1 ആൻഡ് L3 ആർ പാരലൽ എന്നൊക്കെ എഴുതാം. അത് കറക്റ്റ് ചെയ്യുന്ന ആളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പടമൊക്കെ വരയ്ക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് പടമൊക്കെ വരയ്ക്കുക. ഈ പടമൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഇംപ്രഷനൊക്കെ വരും. പടമൊക്കെ കൂടെ വരയ്ക്കും. അപ്പോ L1 L3 നമ്മുടെ റിലേഷനിൽ വരില്ല. വരാത്തത് കൊണ്ട് അതെന്തല്ല? L1 L2 വന്നു, L2 L3 വന്നു, പക്ഷെ L1 L3 വന്നില്ല. അപ്പൊ അതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതാണ് അതിന്റെ ആൻസർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് പൗസ് ചെയ്യുക, എല്ലാവരും എഴുതിയെടുക്കുക. അടുത്തത് എല്ലാവരും എക്സസൈസില് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സസൈസിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. R is equal to set of all A, B such that A less than or equal to B. അത് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ ആരല്ല? സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവും അല്ല. നമുക്ക് നോക്കാം. ഇതൊക്കെ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ചോദ്യം പോലെ നിങ്ങളത് ചെയ്താൽ മതി. അപ്പോ അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി. ഏത് ചോദ്യം വന്നാലും അത് ചെക്ക് ചെയ്യാൻ അറിയായിരിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ പോലെ നിങ്ങളത് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ഇതെല്ലാവരും തനി എഴുതി നോക്കണം. ഏത് ഓർഡറുടെ പേരാണ് നമ്മൾ റിഫ്ലെക്സീവിൽ നോക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓർഡറുടെ പേര് ഏതാണ്? AB. പേര് ചെക്ക് ചെയ്യാൻ നമ്മള് AB തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചെക്ക് ചെയ്യും? AA എന്ന് പറയുന്ന ഓർഡറുടെ പേര് ചെക്ക് ചെയ്യും. AA എന്ന് പറയുന്ന ഓർഡറുടെ പേര് AA എങ്ങനെ വരും? AB എന്താണ് പറഞ്ഞിരിക്കുന്നത്? A less than or equal to B. ഈ ബിക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? A കൊടുക്കണം. അപ്പൊ A less than or equal to B എന്തായി മാറും? A less than or equal to B എന്തായി മാറും? A less than or equal to B ക്ക് വരെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? A കൊടുത്താൽ മതി. സിമ്പിൾ. കഴിഞ്ഞില്ലേ? ഇനി ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇത് ശരിയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, ശരിയല്ലെങ്കിൽ അതെന്തല്ല? റിഫ്ലെക്സീവ് ആണ്. ഒന്ന് നോക്കിയേ ശരിയാണോ എന്ന്. കുറച്ചൊരു ഇത് ഒന്ന് ചിന്തിച്ചിട്ട് പറയുക ശരിയാണോ ഇല്ലയോ. അപ്പോ ചിലപ്പോ കുറച്ചുപേര് ശരിയാണെന്ന് പറയുന്നുണ്ടാവും, ചിലപ്പോ കുറച്ചുപേര് ശരിയല്ല എന്ന് പറയുന്നുണ്ടാവും, കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. അപ്പൊ ഒന്ന് നോക്കിയേ A less than or equal to B. ഇതൊന്ന് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനൊന്ന് പറയാം. A less than or equal to B. Equal to B അല്ല ഇവിടെ ഏതാണ്? A. Equal to ഈ ഇവനെ ശ്രദ്ധിക്കും. ലെസ് ദാൻ ഓർ ഇത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? A less than or equal to A. A less than A നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നിന് ലെസ് ദാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതാണ് ഇതിനർത്ഥം എന്ന് പറയുന്നത്. 1 less than or equal to 1. 1 less than 1 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം 1 എന്ന് പറയുന്നത് 1ന് തന്നെ ചെറുതാവത്തില്ല. അപ്പൊ ആ ഒരു ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇത് തെറ്റാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? അല്ല. 1 less than or അതല്ല എന്നുണ്ടെങ്കിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി? ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്താൽ മതി.
ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്തില്ലേ? 1 1 ഈക്വൽ അല്ലേ? അവിടെ സെയിം അല്ലേ? അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നിൽ ലെസ് ദാൻ ആയാൽ മതി, അല്ലെങ്കിൽ ഈക്വൽ ടു ആയാൽ മതി. അവിടെ ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ലെസ് ദാൻ അല്ലെങ്കിലും അത് ഈക്വൽ ടു തന്നെയാണ്. അപ്പൊ പ്രശ്നമൊന്നുമില്ല. therefore which is true, is true. therefore a element of R, therefore it is reflexive. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. അടുത്തത് ഞാൻ ട്രാൻസിറ്റീവ് ചെയ്യും. ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക്. സിമെട്രിക്കിന് നമുക്ക് സിമെട്രിക് ആദ്യം എ ബി തന്നിട്ടുണ്ട്. നമ്മുടെ റിലേഷനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുണ്ട്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. സിമെട്രിക്കിന് തിരിച്ചിടുന്നത് പറ്റുമെന്ന് നോക്കും. ബി എ ശരിയാണോ എന്ന് നോക്കുന്നുണ്ട്. ബി എന്ന് പറയുന്ന ഓൾറെഡി പേര് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് റിലേഷനിൽ വരുമോ, ശരിയാണോ എന്ന് നോക്കും. എ ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബി എ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരും? എ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? അത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതാണ്? എ. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ശരിയാണോ എന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 1 എല്ലാ എക്സാമ്പിളും അവിടെ സാറ്റിസ്ഫൈ ആണ്. അപ്പൊ നമ്മുടെ ഈ റിലേഷനിൽ ഒരെണ്ണം മാത്രമല്ല, എല്ലാം അവിടെ സാറ്റിസ്ഫൈ ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ എടുക്കും. എല്ലാം സാറ്റിസ്ഫൈ ആണ്. ഒരെണ്ണം സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സാറ്റിസ്ഫൈ ആണ്. എല്ലാ നമ്പറും സാറ്റിസ്ഫൈ ആണ്. അപ്പൊ എല്ലാ നമ്പറും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് എന്തായി മാറുള്ളൂ? സിമെട്രിക് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എടുക്കാം. സെയിം ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള എടുക്കും. ഞാനിപ്പോ 1 എ എന്ന് പറഞ്ഞാൽ 1 എടുത്തു, ബി എന്ന് പറഞ്ഞാൽ 3 എടുത്തു. ഡിഫറെന്റ് ആയിട്ടുള്ള എടുത്തു. അപ്പൊ ശരി തന്നെ നോക്കിയേ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കിയേ, ഓക്കെ ആണോ? അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ശരിയാണോ നോക്കിയേ? ഈക്വൽ ടു അല്ല, 1 3 എന്തായാലും ഈക്വൽ അല്ല, പക്ഷെ 1 3 ചെറുതല്ലേ എന്ന് പറയുന്നത് ആണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ എടുത്തു. ഇത് ശരിയാ. ഏത് നമ്പർ നിങ്ങൾ ഇഷ്ടമുള്ള നമ്പർ എടുത്തു കഴിഞ്ഞോ അതിൽ എല്ലാ നമ്പരും സാറ്റിസ്ഫൈ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയതും ഒരു വലുതുമായിട്ടുള്ള ഒരു നമ്പർ എടുത്താൽ മതി.